തിരുവനന്തപുരം കാട്ടാക്കടയിൽ 2 വൃക്കകളും തകരാറിലായ 11-കാരി ദുരിതത്തിൽ. ആഴ്ചയിൽ 3 ദിവസം ഡയാലിസിസിന് വിധേയനാകുന്ന കുട്ടിക്ക് വൃക്ക മാറ്റിവെക്കൽ മാത്രമാണ് ഇനിയുള്ള ബാക്കിയുള്ള മാർഗം. ആശുപത്രിയിലേക്കുള്ള യാത്രാ ചെലവ് പോലും കണ്ടെത്താൻ കഴിയാതെ ബുദ്ധിമുട്ടുകയാണ് ഒരു സാധു കുടുംബം. മൂന്നര വയസ്സു മുതലാണ് ഫെമിനയ്ക്ക് വൃക്ക സംബന്ധമായ അസുഖങ്ങൾ പിടിപെടുന്നത്. അന്നു മുതൽ ഡയാലിസിസ് ചികിത്സ ഉൾപ്പെടെ നടത്തിവരുന്നുണ്ടായിരുന്നു. മാസങ്ങൾക്ക് മുൻപാണ് ഫെമിനയുടെ 2 വൃക്കകളും തകരാറിലായത്. കൂടാതെ രക്തസമ്മർദ്ദവും വളരെ കൂടുതലാണ്. ഹൃദയ സംബന്ധമായ പ്രശ്നങ്ങൾ കാരണം ദാഹമകറ്റുവോളം വെള്ളം കുടിക്കാനും സാധിക്കില്ലെന്ന് അമ്മ സജിത. ആദ്യം ദേഹത്ത് മൊത്തം നീര് വന്നു. ആദ്യം കണ്ണിന് താഴെ, പിന്നെ അത് നേരെ താഴോട്ട് വയറിലായി, കാലിലായി. 4ൻ്റെ അന്നാണ് കണ്ടുപിടിക്കുന്ന ആൽബുമിൻ ഇങ്ങനെ പോവുകയാണെന്ന് യൂറിനിൽ കൂടെ. പിന്നെ ദേഹം ഓരോ ദിവസം ചെല്ലും തോറും അവളെ വെയിറ്റ് ഇങ്ങനെ കൂടി വന്നു. പിന്നെ പനിയായി, അത് കൂടുതലായി. അവിടെ വെച്ചാണ് അവർ ഇതുപോലെ സ്ഥിരീകരിച്ചത് നെഫ്രോട്ടിക് സിൻഡ്രോം ആണെന്ന്. ടെസ്റ്റുകളെല്ലാം നടത്തി. ഇനി ഇവൾക്ക് പറയുന്ന എത്രയും വേഗം കിഡ്നി മാറ്റി വയ്ക്കുക. അങ്ങനെ 2 കിഡ്നിയും കഴിഞ്ഞ വർഷം ഫെയിലായി. അപ്പോൾ ഡയാലിസിസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പെരിറ്റോണിയം ഡയാലിസിസ് നമ്മൾ 6 മാസം ചെയ്തു. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ അവൾക്ക് തക്കാളിപ്പനി പിടിച്ചു. അതിനുശേഷം അത് ഇൻഫെക്ഷനായി. അതിനുശേഷം കത്തീഡ്രലിൽ ഇപ്പോൾ നെഞ്ചിൻ്റെ ഭാഗത്ത് ഇട്ടിരിക്കുകയാണ്. അമ്മയും മുത്തശ്ശനും മുത്തശ്ശിയുമൊക്കെ ഫെമിനയ്ക്ക് വൃക്ക നൽകാൻ തയ്യാറായിരുന്നു. പക്ഷേ ടെസ്റ്റുകളിലെല്ലാവരും പരാജയപ്പെട്ടു. ടെസ്റ്റുകൾ നടത്തുന്നതിനും ചിലവായത് വലിയ തുക. മകൾക്ക് സുഖമില്ലാതായതോടെ ഉണ്ടായിരുന്ന ജോലിയിൽ നിന്ന് സജിത പിൻവാങ്ങി. അമ്മയുടെയും സഹോദരന്റെയും സഹായത്തോടെയാണ് ഇപ്പോൾ കഴിഞ്ഞു പോകുന്നത്. എനിക്ക് കിഡ്നി സ്റ്റോൺ ഉള്ളതുകൊണ്ട് അത് വീണ്ടും വരാൻ ചാൻസ് ഉള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ആർക്കും കൊടുക്കാൻ പറ്റില്ല. ഇത് സമ്മതിച്ച് വന്നവർക്കൊക്കെ ഏജ് ഓവറാണ്, ഷുഗറിൻ്റെ പ്രശ്നമുണ്ട്. അപ്പോൾ അങ്ങനെ അതുകൊണ്ട് അവർക്ക് ചെയ്യാൻ പറ്റില്ല. 8-9 വർഷം കൊണ്ട് ഞാൻ ഹോസ്പിറ്റലിൽ കൊണ്ട് പോവുകയാണ്. അപ്പോൾ പോകുന്ന യാത്രാ ചെലവ് തന്നെ ഏറ്റവും കൂടുതലാവുന്നുണ്ട്. ഓട്ടോയിൽ കൊണ്ടുപോകാനേ പറ്റുള്ളൂ. കാരണം ഇവർക്ക് എപ്പോഴും ഇങ്ങനെ ഓരോ അസുഖങ്ങൾ വന്നുകൊണ്ടിരിക്കും. തന്നെ നമ്മളിവിടെ നിന്ന് ഹോസ്പിറ്റലിൽ പോയി വരുമ്പം തന്നെ 1000 രൂപ ആവണുണ്ട്. വരും ദിവസങ്ങളിലും ഡയാലിസിസ് ചെയ്യാൻ ആശുപത്രിയിൽ എത്തിക്കുന്നതിനുൾപ്പെടെ വലിയ ചിലവാകും. വൃക്ക തരാൻ തയ്യാറായി ആരെങ്കിലും എത്തിയാലും ടെസ്റ്റുകൾക്കും വലിയ തുക നൽകേണ്ടി വരും. പക്ഷേ കയ്യിൽ പണമില്ല. ഇതിനായി സുമനസ്സുകളുടെ സഹായം തേടുകയാണ് ഈ അമ്മയും മകളും. 24 തിരുവനന്തപുരം.